പിന്നെ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ ഒരു പൗരയല്ലേ ഞാൻ വോട്ട് ചെയ്തു. അഭിമാനത്തോടു കൂടി പറയുന്ന വോട്ട് ചെയ്തു. ഞാൻ എന്റെ പാർട്ടി ജയിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്. ചേച്ചി എപ്പോഴും പറയുന്ന പോലെ ചെങ്കൊടിക്കാണോ വോട്ട് ചെയ്തത്? തീർച്ചയായിട്ടും. വോട്ട് ചെയ്തത് ഒരുപാട് ചുവപ്പ് അഭിവാദ്യങ്ങൾ. ഇത് കാണിക്കുമോ? ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി ചെറുപ്പം തൊട്ടേ പാർട്ടി പ്രവർത്തനങ്ങളിലും എല്ലാം നിന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അതിനെതിരെ കുറെ ട്രോളുകളും കമന്റുകളിലാണെങ്കിലും തെറികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവർക്കും എന്തായാലും ഒരു ആൾക്ക് രണ്ട് പാർട്ടി ചാടാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കുഞ്ഞിലെ മുതലേ ഒരു മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ പറയുക, എന്തോ അതിന് പറയുന്ന ഒരു താല്പര്യം നിലകൊള്ളുന്ന ആളാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിലും പണ്ട് സുധിച്ചേട്ടനുള്ള സമയത്ത് പോലും പാർട്ടി മീറ്റിംഗ് നടത്താറുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കോട്ടയത്ത് ഫുഡൊക്കെ കൊടുക്കാൻ പോകത്തില്ലേ മെഡിക്കൽ കോളേജിലൊക്കെ, അങ്ങനെയൊക്കെ ഞാൻ അതിന് സന്നദ്ധമായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തി തന്നെയാണ്. അപ്പം നമ്മളെന്തായാലും ആ പാർട്ടിക്ക് നിൽക്കുന്നു. ഞാൻ വോട്ട് ചെയ്തതും അങ്ങനെ തന്നെയാണ്. പിന്നെ ജയവും തോൽവിയും ഇതൊക്കെ ജനങ്ങളുടെ കയ്യിലാണ്. എന്തായാലും ജയിച്ചാലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ എൻ്റെ പാർട്ടിക്ക് ഞാൻ തോൽവി ചെയ്തിട്ടും. ഇപ്പം ഇന്നലെ പോലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിൽക്കുന്ന ഒരു വ്യക്തി പണം കൊടുത്തിട്ട് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. പണം കൊടുത്താൽ വിജയിക്കുന്നതാണോ ഈ ഇലക്ഷനും കാര്യങ്ങളിലും? എല്ലാം എന്താ പറയുക, നമ്മുടെ ജനങ്ങളുടെ താല്പര്യം, ജനങ്ങളുടെ ആ ഒരു താല്പര്യം നമ്മൾ കുഞ്ഞിലും, ഇപ്പം ഞാൻ തന്നെ എൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ കുഞ്ഞിലെ മുതൽ ഏത് പാർട്ടിയാണോ നമ്മൾ കണ്ടു വളർന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്താണ് പ്രവർത്തിച്ചത്, അതിലേ നമ്മൾ ചെയ്തുള്ളൂ. ഇപ്പോൾ പണം കൊടുത്താൽ മാറുന്ന ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. പാർട്ടിയുടെ കാര്യത്തിൽ പണം കൊടുത്താൽ മാറുമോ എന്ന് എനിക്കറിയില്ല. ഞാനൊരിക്കലും മാറത്തില്ല. ഞാൻ എന്തായാലും പണം കൊടുത്താലും ഇല്ലെങ്കിലും തന്നാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ നിൽക്കത്തുള്ളൂ. ഒരുപാട് സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരുപാട് വരുന്നുണ്ട്. അതിനെ ഒരു LDF കാരിയാണ്, ഇത്രയും നാൾ വർക്ക് ചെയ്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല അരി കിട്ടുന്നില്ല റേഷൻ അരി. പിണറായി സർക്കാർ നമുക്ക് നല്ല അരി കിട്ടുന്നില്ല. എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ റേഷൻ അരി ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു അരി കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും നോക്കുന്ന പോലെ നമ്മളെപ്പോഴും ഓടിച്ചെല്ലുന്ന മെഡിക്കൽ കോളേജ് എന്തെങ്കിലും അസുഖം വന്നു ഇതൊക്കെ ഇപ്പോൾ കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്. റോഡുകളാണ്, എല്ലാ കാര്യത്തിലും ഞാൻ പിണറായി സർക്കാരിനെ അനുകൂലിച്ചാണ് ഞാൻ പറയാറുള്ളത്. ഞാനത് അങ്ങനെ തന്നെയാണ് ഞാൻ എവിടെയും സംസാരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഹോസ്പിറ്റലും കാര്യങ്ങളും അപ്ഡേറ്റ് ആയെങ്കിൽ പോലും ഇപ്പം കഴിഞ്ഞിടയ്ക്കാണെങ്കിൽ പോലും ഒരു സർജറിക്ക് ഇടയിൽ ഉള്ളിൽ കത്രിക പോയിട്ടൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരതിനെ റെയറായിട്ടുള്ള കേസുകൾ ഉണ്ടാവുമല്ലോ, എവിടെയാണല്ലോ റെയറായിട്ടുള്ള കേസുകൾ ഉണ്ടാവുക, അതിനുള്ള പരിഹാരങ്ങളും കണ്ടെന്ന് തോന്നുന്നു. റെയറായിട്ട് കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ ഒരു സർക്കാരിനെ മുഴുവനും അടിച്ചാക്ഷേപിക്കാൻ എനിക്കറിയില്ല, എനിക്കങ്ങനെ അറിയില്ല, ഞാനങ്ങനെ പറയില്ല. എൻ്റെ അഭിപ്രായം ഇപ്പോഴേ പറയാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ്. അതുപോലെ ഇനിയും തുടർഭരണം ഉണ്ടായാൽ, പിണറായി സർക്കാർ ഇനി തുടർഭരണം ഉണ്ടായാൽ ആര് മുഖ്യമന്ത്രി ആകണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? സഖാവ് തന്നെ, പിണറായി സഖാവ് തന്നെ മുഖ്യമന്ത്രി ആവട്ടെ. എൻ്റെ എല്ലാ സഖാക്കൾക്കും ഒരുപാട് എന്താ പറയുക ആശംസകൾ നേരുന്നു. അതുപോലെ ലാൽ സലാം.